പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില വേദനകളോട് നിങ്ങൾ ഇന്നും പോരാടുന്ന ആളാണ്. എന്നാൽ നിങ്ങൾക്ക് ഉള്ളതാണ് ഈ വീഡിയോ. ഹായ്, മൈസെൽഫ് അർഷിത. ഞാൻ സൈക്കോളജിസ്റ്റാണ് ആൻഡ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ടു. നമുക്കറിയാം, നമ്മളുടെ പാസ്റ്റിൽ ഒരുപാട് വേദനകൾ തരുന്ന, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മെമ്മറീസ് കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇന്നും ആ വേദനകളോട് പകയും ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ടുനടക്കുന്ന നമ്മൾപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും. ആക്ച്വലി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എന്തിനായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇന്നും നമ്മൾ വേദനിപ്പിക്കുന്നത്? നമ്മളെ പാസ്റ്റിന് നമ്മളെ പ്രസൻറ്റിനോട് വലുതായിട്ട് കണക്ഷനും ഇല്ല. നമ്മളിപ്പോൾ പ്രസൻറ്റിലാണ്, നമ്മുടെ ജീവിതം മുന്നോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്യുന്നത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പ്രസൻറ്റിലോട്ട് വലിച്ചിട്ടിട്ട് വീണ്ടും ആ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ആക്ച്വലി ഇത് നമ്മളെ നറിഷ് ചെയ്യാനോ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനോ ഹെൽപ്പ് ചെയ്യില്ല. പകരം ഇത് നമ്മളുടെ ലൈഫിനെ ഡൗൺ ആക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഫ്രീ ആക്കാൻ വേണ്ടി, നമ്മളുടെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ മറ്റൊരാൾക്ക് ഫോർഗീവ് ചെയ്യുന്നു എന്നത് വലിയ കാര്യമാണ്. അത് അവരെക്കാളും നമുക്കാണ് ഗുണം ചെയ്യുന്നത്. അവർ നമ്മളോട് മോശമായി ഇടപെട്ടു, മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ശരിയാണ്. പക്ഷെ നമ്മളെ ഫ്രീ ആക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇല്ല എന്നാണെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളെ പ്രസൻറ്റിലെയും നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തെയും അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇന്ന് നിങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഫോർഗീവ് ചെയ്യുക. പകരം നിങ്ങൾ ഇന്ന് പ്രസൻറ്റിനെ ഫോക്കസ് ചെയ്ത് നല്ല നല്ല മെമ്മറീസ് കൊണ്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ.